Hello everyone, welcome back to Stories of Jerry. ഇന്നത്തെ വീഡിയോ ഒരു സഡൻ ആയിട്ട് പ്ലാൻ ചെയ്തൊരു ബാംഗ്ലൂർ ട്രിപ്പാണ്. ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റൂല, അവിടെ ഒരു ഫ്രണ്ടിന് ഒരു സാധനം കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ ഒന്നുമില്ല. 6:30ക്കാണ് ട്രെയിൻ എന്നുണ്ടെങ്കിൽ ഒരു 6:15 ആകുമ്പോഴാണ് പോവാന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു ട്രിപ്പാണ്. ഒരുപാട് പേരൊന്നും ഇല്ല ഇപ്രാവശ്യം, എല്ലാവരും ബാംഗ്ലൂരിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോണത് ഞങ്ങൾ 2 ആൾക്കാർ മാത്രം. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത്. അവിടുന്ന് ഒരു 8:05 തോന്നുന്നത് ട്രെയിൻ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വണ്ടി പാർക്കിങ്ങിൽ ഇടാൻ പോയപ്പം അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ് എന്തായാലും ട്രെയിൻ ലേറ്റാണ്, നിങ്ങൾ ഇന്ന് സമാധാനത്തിൽ പോയിക്കോളിന്ന് പറഞ്ഞു. എന്തായാലും തിരിച്ചു വരാൻ ഒരു 2-3 ദിവസം ആവും. അപ്പോൾ പുറത്തെവിടെയെങ്കിലും വണ്ടി ഇടുന്നതിനെക്കാട്ടി സേഫ് ഈ പേ പാർക്കിങ്ങിൽ തന്നെയാണ്. കാണുന്ന ബോർഡുമ്മൽ നമ്മളെപ്പോഴാണ് ട്രെയിൻ വരുന്നത്, ടൈം അതൊക്കെ കാണാൻ പറ്റും. നമുക്ക് പോകാനുള്ള ട്രെയിനാണ് കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്. ടിക്കറ്റിന് ഒരാൾക്ക് വരുന്ന റേറ്റ് 180 രൂപയാണ്. ഞങ്ങൾ 2 ആളുകൊണ്ട് 360 രൂപ ആയിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം 2-ലാണ്. അപ്പോൾ ഞങ്ങൾ കയറി വരുന്ന സ്ഥലത്താണ് 1-ാമത്തെ പ്ലാറ്റ്ഫോം. ഇനി 2-ാമത്തെ പ്ലാറ്റ്ഫോമിക്ക് വേണ്ടിയാണ് ഇനി സ്റ്റെപ്പ് കയറിക്കണ്ട് അപ്പുറത്തേക്ക് പോകണം. ഇപ്രാവശ്യം അത്ര തിരക്കൊന്നുമില്ല കേട്ടോ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോണ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര റഷ് എന്ന് പറഞ്ഞാൽ നല്ല റഷായിരുന്നു. ഇപ്രാവശ്യം അത്ര ഒന്നും കാണാനില്ല. ഇനി ട്രെയിൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഒന്നാമത് പിന്നെ വീക്കെൻഡ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നത്. ഇനി ഈ ട്രെയിനിന് സെക്കൻഡ് ക്ലാസ് ഫസ്റ്റിലും ലാസ്റ്റിലും ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റിലാണ് കയറാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത്. ഫസ്റ്റിൽ പോയിട്ട് കയറാം, അപ്പോൾ ലേശം തിരക്ക് കുറവെന്നാണ് ഞങ്ങളൊരു വിശ്വാസം. അപ്പോൾ ഓടിച്ചാടി എങ്ങനെയൊക്കെ കയറിയിരിക്കണം. ഇനി ബാക്കി ഫുള്ള് ഇനി ട്രെയിനത്തെ കാഴ്ചക്കണം. മറ്റേ കാർത്തിക് സൂര്യൊക്കെ ചെയ്ത പോലെ ഇനി ഫുള്ള് ട്രെയിൻ വിസിറ്റ് ചെയ്ത് കണ്ട് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം.
അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലത്തെ കാഴ്ചകൾ. ഇവിടെ ഇതിൽ കയറുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ക്ഷമയാണ്. ക്ഷമയില്ലാന്നുണ്ടെങ്കിൽ ഒരു സംഭവം നടക്കില്ല ഇവിടെ. രണ്ടാമത്തെ കാര്യം, എവിടെ സീറ്റ് കിട്ടിയാലും കയറിയിരിക്കുക, ഒരു ചെറിയ ഇടം കണ്ടാൽ കെടുക്കുക, അതൊക്കെ നടക്കുള്ളൂ. പിന്നെ ഒന്നാമത് തിരക്ക് നല്ല കുറവാണ് ഞങ്ങൾ പോണ സമയത്ത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടെ ഓടിച്ചാടി കളിക്കാനുള്ള സ്ഥലമുണ്ട്. കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണിത്. അവിടെ ഫുൾ ഇങ്ങനെ ഒരു ഈ കോളനി ഐറ്റംസൊക്കെ പോലെ അവിടുത്തെ ആ ഒരു വീടുകളൊക്കെ കാണാൻ തന്നെ ഒരു രസമാണ്, ഇങ്ങനെ അപ്പർ വ്യൂ ആയിട്ട്.
ക്ലാസ്സിലെ ഏറ്റവും പവിത്രമായ സ്ഥലം. ഇവിടെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സീനാണ്. ഈ ടോയ്ലറ്റിൽ പവിത്രത ലേശം കുറവുണ്ട്. അപ്പുറത്തെ ടോയ്ലറ്റിൽ പവിത്രത ഭയങ്കര കൂടുതലായതുകൊണ്ട് അതിൽ കയറാതെ അതിൽ കയറിയത്. കയറുന്നവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഫ്ലഷ് അടിക്കും, ഫ്ലഷ് വരെ അടിച്ച് പൊളിച്ചിട്ടിട്ടാണ് പോയിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതിൽ ഫ്ലഷ് അടിക്കുക? ഈ ചേച്ചിയാട്ടോ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊക്കെ തന്നത്. ഞങ്ങൾ കുറേ സമയം ഇരിക്കുന്നുണ്ടപ്പോൾ കുട്ടികളെ വന്നിരുന്നോളി എന്നൊക്കെ പറഞ്ഞിട്ട് സീറ്റൊക്കെ തന്നു. ഈ ചേച്ചിനോട് ആ ചേട്ടനോട് കമ്പനി ആയതാണെന്നുണ്ടെങ്കിൽ അതിലും വലിയ കഥയാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ ഞങ്ങൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ പറഞ്ഞു, കോഫി പറഞ്ഞു. അപ്പോൾ അയാൾ നല്ല ചൂടുള്ള കോഫിയൊക്കെ തന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ അത് നേരെ ഈ ചേട്ടൻ്റെ കാൽമൊക്കെ വെച്ച്. ആ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങി സെറ്റായി വരെയായിരുന്നു. ആ സമയത്താണ് ഞാൻ ചൂടുള്ള കോഫി കാൽമൊക്കെ വയ്ക്കുന്നത്. അങ്ങനെ കമ്പനി ആയതാണ് ഇവർ രണ്ടാളായിട്ട്.